വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. Opportunity for great powers to join forces. German Chancellor Friedrich Merz on India-EU deals at Davos. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. As India and the European Union approach the conclusion for a long-awaited free trade agreement, German Chancellor Friedrich Merz emphasized the potential for collaboration among nations supporting rules-based systems against protectionism എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഇത് timesnow.com അതിൽ വന്ന റിപ്പോർട്ടാണ്. സംഭവം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബിജുചേട്ടാ ഈ ദാവോസിൽ നടന്ന ഈ ഒരു ഇവിടെ ഈ ഒരു സമ്മേളനം, അവിടെ ഡൊണാൾഡ് ട്രംപിന് ശേഷം നമ്മുടെ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് സംസാരിക്കാനായിട്ട് കയറിയ ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇനി ലോകശക്തി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ നമുക്ക് ഒതുക്കാനായിട്ട് സാധിക്കില്ല. പല പല രാജ്യങ്ങൾക്കും പല പല ശക്തികളുണ്ട്. അപ്പൊ അവരെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് നമുക്ക് പോകാനും സാധിക്കില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇന്ത്യയെ ഉദ്ദേശിച്ചാണ്. ഇന്ത്യയുമായിട്ട്, അതായത് കരാറുകളുടെ മാതാവ് എന്നാണ് ഇന്ത്യയെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് യൂറോപ്യൻ യൂണിയൻ ഒരു കരാർ ഒപ്പിടാനായിട്ട് പോവുകയാണ്. ചരിത്രത്തിലെ കരാർ എന്നാണ് പറയുന്നത്. വർഷങ്ങളായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നരേന്ദ്രമോദി വന്നത് യാഥാർത്ഥ്യമാക്കി എടുത്തു. അപ്പൊ അദ്ദേഹം ഇത് പറയുന്നതിൽ പല തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പല തരത്തിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ഡൊണാൾഡ് ട്രംപിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇനി അതും പോട്ടെ, ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപ് അത് വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷേ സ്വന്തം കാലിൽ ഡൊണാൾഡ് ട്രംപ് വെടിവെച്ചതുപോലെ ആയിപ്പോയി എന്നുള്ളതാണ് വേറൊരു കാര്യം. അതായത് അമേരിക്ക ഇപ്പൊ ആർക്കും ഭയമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ തുറന്നു പറയുന്നത് പോലെ ആയിപ്പോയി. നമുക്കറിയാം, ഈ US-ന്റെ ട്രഷറി ബോണ്ടുകളും ഓഹരികളും US ഓരോ രാജ്യങ്ങളെ കൊണ്ട് മേടിപ്പിക്കും. നമ്മുടെ ജപ്പാനൊക്കെ അങ്ങനെ US-ന്റെ ട്രഷറി ബോണ്ടുകൾ മേടിച്ച് ഭയങ്കരമായിട്ട് US അത് കൊടുത്ത് ജപ്പാനെ ഭീഷണിപ്പെടുത്തിയൊക്കെ മേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരു പ്രശ്നം, അങ്ങനെ ഏറ്റവും കൂടുതൽ ട്രഷറി ബോണ്ടുകളുള്ള രാജ്യങ്ങളെ US-ന് അവിടെയുള്ള ഭരണങ്ങളെ ഈസി ആയിട്ട് അട്ടിമറിക്കാനായിട്ട് സാധിക്കും. കാരണം ഫുൾ ഫിനാൻഷ്യൽ പവർ US-ന്റെ കയ്യിലെത്തും. അപ്പം ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുന്നത്, ഞാൻ വലിയ പ്രതികാരം ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ട്രഷറി ബോണ്ടുകളും ഓഹരികളും ഉൾപ്പെടെ US ആസ്തികൾ വിൽക്കാൻ തുടങ്ങിയാൽ ശക്തമായിട്ടുള്ള പ്രതികാരം ചെയ്യുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോ അമേരിക്കയുടെ അന്ത്യം അടുത്തു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകൾ വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അമേരിക്ക വേണ്ട എന്ന തീരുമാനം യൂറോപ്പ് ഒന്നടങ്കം എടുക്കാൻ പോകുന്നു എന്നല്ലേ ഡൊണാൾഡ് ട്രംപ് അതിലൂടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഡൊണാൾഡ് ട്രംപിന്റെയോ അമേരിക്കയോടോ വരുതിയിൽ നമ്മൾ ഇനി നിൽക്കില്ല എന്ന രീതിയിലാണ് യൂറോപ്പ് വന്നത്. പണ്ട് നമുക്കറിയാം യൂറോപ്പ്, അമേരിക്ക. ഇപ്പോ യൂറോപ്പ്, ദക്ഷിണേഷ്യ, ആ ദക്ഷിണേഷ്യയിൽ തന്നെ ഇന്ത്യ, യൂറോപ്പ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് വേണം നമുക്കിപ്പോ മനസ്സിലാക്കാൻ. കാരണം ബിജുടെ യൂറോപ്പിൽ എന്ത് പ്രശ്നം വന്നാലും യൂറോപ്യൻ നേതാക്കൾ ഉടനെ പറയുന്ന പേരെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പേരല്ല, നരേന്ദ്രമോദിയുടെ പേരാണ്. നരേന്ദ്രമോദി എന്നാണ് എല്ലാവരും പറയുന്നത്. എന്ത് സംഭവം എന്താ പറയാ, നമ്മുടെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ഉറക്കത്തിൽ വരെ മോദി എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത് തന്നെ. UK-യുടെ ഭരണാധികാരി ഈ ഇടയ്ക്ക് വന്നിട്ട് ഇന്ത്യയിൽ ഒരു ഫ്രീ ട്രേഡ് കരാർ ഒപ്പിട്ട് പോയതേ ഉള്ളൂ. പോരാത്തതിന് പോളണ്ടിൽ ഈ യുക്രൈൻ റഷ്യ യുദ്ധം നിർത്താൻ നരേന്ദ്രമോദി പോളണ്ടിൽ പോയി പോളണ്ടിന് താക്കീത് കൊടുത്തിട്ടാണ് മോദി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യൂറോപ്പ് ഈ ഇടയ്ക്ക് യൂറോപ്യൻ യൂണിയൻ അടക്കം പറഞ്ഞിരുന്നു, ഇത് യുദ്ധം നിർത്തണമെങ്കിൽ ട്രംപിനെ കൊണ്ടൊന്നും പറ്റില്ല, ഇന്ത്യ ഇതിൽ ഇടപെടണം, എസ്പെഷ്യലി മോദി ഇടപെടണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോരാത്തതിന് ഈ പീസ് ഓഫ് ബോർഡിൽ ട്രംപ് നേരിട്ട് ഇന്ത്യയെ ക്ഷണിക്കുകയായിരുന്നു, ഇന്ത്യ കൂടെ വന്ന് ചേരണം, എങ്കിൽ മാത്രമേ, സത്യം പറഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം അതിനകത്തുണ്ടെങ്കിൽ അതിനൊരു അതിനൊരു ആധികാരികത വരും എന്ന് തന്നെ ട്രംപിന് അറിയാം. കാരണം ഇയാൾ ഒറ്റയ്ക്ക് അതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ ഏത് രാജ്യം ഇതിൽ വന്ന് അംഗം ആകാനായിട്ട് തയ്യാറെടുക്കും? കാരണം ഇയാൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് പറയുന്നു, അടുത്ത ദിവസം പറയുന്നു. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഒന്ന് ചേർന്നിട്ടുണ്ട്, 9,000 കോടി ഡോളർ അടച്ചിട്ട്. നാളെ രാവിലെ ഡൊണാൾഡ് ട്രംപ് എഴുതി പറയുകയാണ്, ഈ രാജ്യങ്ങൾ അടച്ച ഡോളർ എല്ലാം അമേരിക്കയ്ക്കാണ്, ഇനി ഈ സംഘടന പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിരിച്ചു വിട്ടു, അത്ര തന്നെ. അപ്പം ചോദ്യം ചെയ്യാൻ അതിനകത്ത് വേറെ ഒരു രാജ്യമില്ല, മോദിയെ പോലൊരു നേതാവില്ല, അല്ലെങ്കിൽ പുടിനെ പോലൊരു നേതാവില്ല, ഷീ ജിൻപിങ്ങിനെ പോലൊരു നേതാവില്ല. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സ്വന്തം കാലിൽ വെടിവെക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ജർമ്മനി സാമ്പത്തികമായിട്ട് ദുർബലപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയായിട്ട് ഒരു ചാൻസ് കൊടുക്കാൻ ജർമ്മനിക്ക് പറ്റില്ല.
ജർമ്മനി നാറ്റോ വലിയ കാര്യത്തിൽ ഗ്രീൻലാൻഡിന് ജർമ്മനിയിലെ 15 സൈനികരെ കൊണ്ട് ഇറക്കി. ട്രംപ് 10% താഴ്ച പഠിച്ചപ്പം അതുപോലെ തന്നെ ജർമ്മനി സൈനികരെ തിരിച്ചെടുത്തിട്ട് സാഷ്ടാംഗം പ്രണമിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ദുർബലമാണ് ജർമ്മനി. ആ ജർമ്മൻ ചാൻസലറാണ് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞത്, ഓടാ പുല്ലേ, ഞങ്ങളിതാ വ്യാപാരങ്ങളുടെ മാതാവായിട്ടുള്ള, കരാറുകളുടെ മാതാവായിട്ടുള്ള ഇന്ത്യയായിട്ട് ഞങ്ങൾ ഒപ്പിടാൻ പോവുകയാണ്, കാണിച്ചു തരാടാ എന്നുള്ള രീതിയിൽ പോകുന്നത്. എന്താണ് ബിജുചേട്ടാ സംഭവിക്കുന്നത്? അല്ല, ഇതിനകത്ത് നമ്മൾ മുമ്പ് ചർച്ചകൾ, ഈ ഡൊണാൾഡ് ട്രംപ് കയറിയ സമയത്ത് ഞാൻ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായിട്ട് കുറെ ആളുകളുടെ ശത്രുവാണ്. അതിലൊന്ന് നമ്മുടെ മാക്രോന്റെ, UK പ്രസിഡന്റിന്റെ, പ്രധാനമന്ത്രിയുടെ, ജർമ്മൻ ചാൻസലറുടെ, ഇവരുടെയൊക്കെ കണ്ണിലെ കുരുവാണ് ഈ മനുഷ്യൻ. അതായത് ഇവർ വ്യക്തിപരമായിട്ട്, ജർമ്മൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ട് ട്രംപിനെതിരെ വോട്ട് പിടിക്കാനും പോയി. അങ്ങനെ ഇവർ തമ്മിൽ എന്താണ്, വ്യക്തിപരമായിട്ട് അത്ര സുഖകരമായിട്ടുള്ള ഒരു ബന്ധത്തിലല്ല. ഈ ഇഷ്ടമല്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഏറ്റവും അവസാനം മാക്രോണിന്റെ ഒരു വാർത്ത വന്നത്, പുള്ളിയുടെ പുള്ളിയെ വിമാനത്തിൽ മർദ്ദിക്കുന്ന, അത് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ അത് ആഘോഷമാക്കുകയും ചെയ്തു. എന്റെ പൊന്നു ചേട്ടാ, അതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നറിയാമോ? ഈ ഇമാനുവൽ മാക്രോണിന്റെ ഭാര്യ ഇമാനുവൽ മാക്രോണിന്റെ ടീച്ചറാണ്. അയാളെ പഠിപ്പിക്കാൻ വന്ന വ്യക്തിയാ. ഇമാനുവൽ മാക്രോണിനെ കാട്ടിലും പ്രായമുള്ള ഒരു വയസ്സായ ഒരു അമ്മുമ്മയാണ് ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ അമ്മുമ്മയ്ക്ക് അതിനു മുമ്പ് 5-6 മക്കളുണ്ട്. ഇയാളെക്കാട്ടിലും പ്രായമുള്ള മക്കൾ ആ അമ്മുമ്മയ്ക്കുണ്ട്. അയാളെയാണ് കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാനത് കേട്ടിങ്ങനെ ഞെട്ടിപ്പോയി. നമ്മളെ ഇന്ത്യയിൽ ഇതൊരു വലിയ വാർത്തയാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഈ പ്രണയിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോ ചെറിയ പയ്യൻ വയസ്സായ സ്ത്രീയെ പ്രണയിക്കുന്നൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പം അല്ല, ഇത് ഈ വാർത്ത ഹൈലൈറ്റ് ചെയ്തതിന്റെ പിന്നിൽ ട്രംപ് ആണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങളാണ് എന്ന് കേട്ടു. അതിനിടയിൽ ഈ അടുത്ത സമയത്ത്, ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ചെറിയ ചെറിയ തമാശകളാണ്, ഇവരുടെ വഴക്കുകളുടെ രൂപമാണ് ഞാൻ പറയുന്നത്. കാനഡ എംസ്റ്റീന്റെ ഒരു വീഡിയോ പുറത്തു വിട്ടു. ട്രംപ് ഭയങ്കരമായിട്ട് കട്ടക്കാലിപ്പ് വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ കാനഡയെ വിളിച്ച്, പിന്നെ അത് പിൻവലിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പണികൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്താറുണ്ട്. നമ്മുടെ ഈ കൂട്ടുകാർക്കിടയിലുള്ളത് പോലെയൊക്കെയുള്ള ഇവരുടെ ശത്രുത വെളിവാക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ചെയ്യാറുള്ള കാര്യമാണ്. ഏതായാലും ഇപ്പോൾ അത് വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഗ്രീൻലാൻഡ് വിഷയത്തിലേക്ക്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ വന്നപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ സെലൻസ്കി പിണങ്ങിപ്പോയിട്ടുണ്ട്. അതും കൂടെ ഇതിനോട് ചേർത്ത് പറയണം. സെലൻസ്കി പറയുന്നത്, ഗ്രീൻലാൻഡിന്റെ വിഷയം വന്നപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ സൈന്യത്തെ അങ്ങോട്ട് അയക്കാൻ തയ്യാറായല്ലോ. ഞാൻ ഈ 4 വർഷമായിട്ട് മറ്റവന്റെ അടിയും മേടിച്ച് ഇവിടെ കിടന്നിട്ട് ഏതെങ്കിലും ഒരുത്തം തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമാണ് സെലൻസ്കി ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ലോകത്ത് ഒരാളെ വിശ്വാസമുള്ളത് ശ്രീ ട്രംപാണ്. ഇനി ഞാൻ അദ്ദേഹത്തെ മാത്രമേ നമ്പുന്നുള്ളൂ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഞാൻ നമ്പുന്നില്ല. പുള്ളിയെ കൽപ്പിച്ചത് ഗ്രീൻലാൻഡിലേക്ക് മറ്റുള്ള ഒരു സൈന്യത്തെ അയച്ചതാണ് പ്രശ്നം. അങ്ങനെ ഇവന്മാരെല്ലാം കൂടെ തന്നെ പ്രശ്നമായിട്ടിരിക്കുന്നു. അത് മാത്രവുമല്ല, നമ്മൾ ഈ നിരന്തരം ചർച്ച നടത്തുന്നവരപ്പം നമുക്കും നമ്മുടെ പ്രേക്ഷകർക്കും അറിയാൻ കഴിയും, കുറച്ചു നാൾക്ക് മുമ്പ് നാറ്റോയുടെ മേധാവി മാർക്ക് റുട്ടെ പറഞ്ഞ കാര്യം, നമ്മളെന്നും ഇനി അമേരിക്കയെ നോക്കി ഇരിക്കരുത്. നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യൂറോപ്പ് സ്വന്തമായി തന്നെ ആയുധബലം കൂട്ടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു 2.5% നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ, അതായത് ഡിഫൻസ് ബഡ്ജറ്റിൽ വർധനവ് വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം നമ്മൾ നോക്കി, ഇല്ലെങ്കിൽ അവരുടെ ടെക്നോളജി മാത്രം നോക്കിയിരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. കാരണം എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു, ടെക്നോളജി ആയാലും യുദ്ധം. അപ്പം നമ്മൾ അതും നോക്കിയിരിക്കരുത് എന്ന്. അതിനു മുൻപായിട്ട് ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ മിസൈലുകൾ വാങ്ങി, നമ്മുടെ പിനാകയും മറ്റുമൊക്കെ അവർ വാങ്ങുകയും ചെയ്തിരുന്നു. കാരണം എല്ലാവരും ഇപ്പോൾ ആയുധം സംഭരിക്കും. കാരണം ഇത്രയും നാൾ ഈ അമേരിക്ക വരും, ഞങ്ങളെ രക്ഷിക്കും, അതിന്റെ ഒരു പങ്ക് നമ്മൾ കൊടുക്കും. അത് അമേരിക്കയാണ്. ഈ നാറ്റോയ്ക്കുള്ള ഫണ്ടിന്റെ 23% കൊടുക്കുന്നതും അമേരിക്കയാണ്. അങ്ങനെയൊക്കെ കരുതി ഇരുന്നിടത്തുനിന്ന് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ലോകം ഇപ്പോൾ വല്ലാതെ മാറുകയാണ്. അത് ആയുധബലം മാത്രവുമല്ല, ഇപ്പോ അതുപോലെ ജീവിക്കാനായിട്ട് പണം ആവശ്യമുണ്ട്, വ്യാപാരങ്ങൾ വേണം എന്നൊരു ചിന്ത എല്ലാ ലോകരാജ്യങ്ങൾക്കും വന്നിട്ടുമുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ ജർമ്മൻ ചാൻസലർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ എത്തിയിരുന്നു. ആ ഇന്ത്യയിൽ ഞാൻ ഒരാഴ്ചക്കാലം ചെലവഴിച്ചു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മളെപ്പോലെ സമാന ചിന്താഗതിക്കാർ ലോകത്ത് വേറെയുമുണ്ട്. ആരുടെയും കോളനിയായി നിൽക്കാൻ അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് ട്രംപിനെ ട്രോൾ ചെയ്യുന്നതാണ് ആ വാർത്തയുടെ ഹെഡിങ് തന്നെ. ആരുടെയും കോളനിയായിട്ട് നിൽക്കാൻ തയ്യാറാകുന്നില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന കാലവും കഴിഞ്ഞു. ലോകത്ത് പലതരം ശക്തികളുണ്ട്, അവയെ കൂട്ടി യോജിപ്പിച്ച് മുൻപോട്ട് പോകേണ്ട കാര്യമായി എന്നെനിക്ക് ബോധ്യമായി എന്നാണ് അദ്ദേഹം പറയുന്നത്.
അപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യക്ക് നിലവിൽ $134 ബില്യൺ കച്ചവടമാണ് ഉള്ളത്. നമ്മളെ സംബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെ ആയിരുന്നു. പക്ഷേ ട്രംപിന്റെ താരിഫും ഇനി അദ്ദേഹം ചുമത്താൻ പോകുന്ന 500% താരിഫോടൊക്കെ വരുമ്പോൾ ഏതാണ്ട് കയറ്റുമതി പൂർണ്ണമായിട്ടൊക്കെ നിൽക്കും. ചുമത്തുമോ ഇല്ലെന്ന് അറിയില്ല എന്നാണ് തോന്നുന്നത്. ഫെബ്രുവരി 1 മുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെല്ലാം പുള്ളി താരിഫ് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ അവരുടെ ട്രേഡ് ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ട്രേഡ് ബോംബ് എന്നാണ് മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ട്രേഡ് ബോംബ്, അതായത് ഇവർ അമേരിക്കയായിട്ടുള്ള വ്യാപാര കരാർ നിർത്തിവെച്ചു. യൂറോപ്യൻ പാർലമെന്റ് ട്രേഡ് കമ്മിറ്റി തലവൻ ബെർണ്ട് ലാങ് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി അമേരിക്കയായിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് കച്ചവടമില്ല, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ഈ ടേൺബറി കരാർ റദ്ദാക്കപ്പെട്ടു. ടേൺബറി കരാർ എന്ന് പറഞ്ഞാൽ ട്രംപും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിൽ ഈ ടേൺബറി എന്ന പേര് വരാനുള്ള കാരണം വെച്ചാൽ ട്രംപിന്റെ ഒരു ഗോൾഫ് റിസോർട്ട് ഉണ്ട് സ്കോട്ട്ലൻഡില്. ആ റിസോർട്ടിൽ വെച്ച് ഒപ്പിട്ടത് കൊണ്ടാണ് ഇതിന് ടേൺബറി കരാർ എന്ന് പറയുന്നത്. അപ്പൊ ടേൺബറി കരാർ മരവിപ്പിച്ചു. അപ്പോ ടേൺബറി കരാർ മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കച്ചവടം ഇല്ല, ഇനി നിങ്ങളുമായിട്ട് വ്യാപാരമില്ല, എല്ലാത്തിലും ഒരു തീരുമാനമാകട്ടെ എന്നിട്ട് മതി എന്നാണ് ട്രംപ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഫെബ്രുവരി 1 മുതൽ വീണ്ടും നിങ്ങൾക്ക് താരിഫ് അടിച്ചു തരും എന്നുള്ളതാണ് പറയുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു കാർട്ടൂൺ പുറത്തുവിട്ടിരുന്നു. അതെല്ലാവരും കണ്ടാണ്, നമ്മുടെ ചാനലിൽ വാർത്തയും കൊടുത്തു. ഗ്രീൻലാൻഡിന്റെ അവിടെ കൊടി കുത്തിക്കൊണ്ട് തൊട്ടപ്പുറത്ത് കാനഡയും മറ്റേതോ ഒരു രാജ്യത്തെ കൂടെ ഞങ്ങളിപ്പോ സ്വന്തമാക്കാൻ പോകുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ എല്ലാവരും നോക്കുന്നത് ഇനി നമ്മൾ ഈ അമേരിക്കൻ നമ്പിക്കൊണ്ട് മുമ്പോട്ട് പോവുക അസാധ്യമാണ്. കാരണം ഈ കരാറിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഭീമമായ നഷ്ടമാണ്. ധനുഷേ, ഈ കരാർ രൂപം കൊണ്ടത് ചൈനയുടെ കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ചൈനയുടെ സാങ്കേതിക വിദ്യകളും മറ്റും തടയുന്നതിന് വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറയുന്നത് സഹായിക്കാം എന്നൊക്കെയുള്ള ഇത് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് സഹായകരമായിരുന്ന ഒരു കരാറാണ്. അതിനകത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ സഹായകമായിരുന്നത് ഈ ഇലക്ട്രിക്കൽ കാറുകളില്ലേ, ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന് വലിയ രീതിയിൽ തന്നെ അമേരിക്കയിലടക്കം വിറ്റഴിക്കാനും അവരുടെ കരാർ ഈ നികുതി കുറഞ്ഞ നികുതിയൊക്കെ ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. നല്ലൊരു കരാറായിരുന്നു. ആ കരാറാണ് ഇപ്പൊ അവർ നിർത്തിവെച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആ ജർമ്മൻ ചാൻസലർ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ ഞങ്ങൾ ഇന്ത്യയുമായി വെക്കാൻ പോകുന്ന കരാറുകളുടെ മാതാവാണ്, അവിടെ ചുങ്കമില്ല, ടാക്സ് ഇല്ല, സീറോ താരിഫ് ആണ് എന്നുകൂടി അദ്ദേഹം പറയുമ്പോഴത്തേക്കും ഈ നരേന്ദ്രമോദി പണ്ട് തൊട്ടേ പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്നതിന് നമ്മൾ സീറോ താരിഫ് വെക്കൂ, നമുക്ക് എല്ലാവർക്കും നേട്ടമാണ്, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കൂ, ഇല്ലാത്തവൻ ഉള്ളവന് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. അതേ മെത്തേഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ ചരിത്ര സംഭവമായിരിക്കും. ഏതായാലും ആ ചരിത്രം പിറക്കുന്നത് ജനുവരി 27 കാരണം യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റും മറ്റൊരു വ്യക്തി കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അവർ തന്നെ ആയിരിക്കണം ജനുവരി 26 നമ്മുടെ വിശിഷ്ട അതിഥിയും. ഏതായാലും 2025 ട്രംപിന്റെ ഒരു വർഷമായിരുന്നു എങ്കിൽ 2026 ആ ട്രംപ് സീറോ ലെവലിലേക്ക് മാറുന്നതിന്റെ, ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് നീങ്ങുന്ന ഒരു ട്രംപിനെയാണ് 2026 തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി പുള്ളി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ എന്ന് നമുക്ക് യാതൊരു പിടുത്തവുമില്ല. ധനുഷ് പറഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും ഒരു കോമഡി ക്യാരക്ടറായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഗസയിൽ ഉണ്ടാക്കിയ സമാധാന കരാറിൽ ഇന്ത്യ പോകുന്നില്ല. ഇന്ത്യ ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ചു. നമ്മളതിന് പറഞ്ഞ കാര്യം എന്താ, നമ്മൾ നമ്മുടെ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു ഇന്ത്യ പോകാൻ സാധ്യതയില്ലെന്ന്. ഇപ്പൊ നമ്മുടെ ഔദ്യോഗികമായി പറയുന്നത് വെച്ചാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഒരു തീരുമാനം എടുക്കൂ എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പഠിക്കാനൊന്നുമില്ല, കാരണം നമ്മൾ സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സുഹൃത്താണ്. ഈ ഗസയിൽ പോയി നമ്മുടെ പട്ടാളക്കാരെ കൊണ്ട് കൊല്ലേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി അവിടെ കാണും വെച്ച് പട്ടാളക്കാര് ചത്തു കഴിഞ്ഞാൽ മോദിക്ക് അടക്കപ്രതി കാണത്തില്ല. ഏതെങ്കിലും ഹമാസുകാരെ മരിച്ചു കഴിഞ്ഞാൽ ഈ സുഡാപ്പികളെല്ലാം കൂടെ ഇറങ്ങും, മോദി പോയിട്ട് കൊന്നു എന്ന് പറയും, മുസ്ലിങ്ങളെ കൊന്നു എന്ന് പറയും. ഇനി ഏതെങ്കിലും ഇസ്രായേലാരും എല്ലാം വന്ന നമ്മൾ എന്തിനാണ് ഈ കൊല്ലാപ്പെടുത്ത് തലേ വെക്കുന്നത്? അത് അവരായി അവരുടെ പാടായി ഇപ്പൊ തന്നെ ഒരു പ്രാന്തം അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അതെ, പുള്ളിയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ. പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാല് ഈ ഗസയുടെ ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വെറും ഒരു കമ്മിറ്റി അല്ല, ഐക്യരാഷ്ട്രസഭയുടെ ഈക്വൽ കമ്മിറ്റിയാണ്. ഇനി മുതൽ ലോകത്തെ എല്ലാ യുദ്ധങ്ങളുടെയും ഒക്കെ ചർച്ചകൾ നടത്തുന്ന ഈ കമ്മിറ്റിയാണ്. കമ്മിറ്റിക്കകത്ത് ആരൊക്കെ ഉണ്ട്? അത് ഞാനുണ്ട്, ട്രംപ്, പിന്നെ ഷഹബാസ് ഷെരീഫ് ഉണ്ട് പാകിസ്ഥാൻ, എർദോഗൻ ഉണ്ട്. ഇത് കേട്ട പാടാൻ ഇസ്രായേൽ പറഞ്ഞെന്താ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്, ഞങ്ങളും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അലമ്പ് കമ്മിറ്റിയിലേക്ക് ഇന്ത്യ പോയി കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതിനകത്ത് ഇരിക്കുന്ന ആരെങ്കിലും ഒരു കപ്പാസിറ്റി ഉള്ളവനാണോ? ലോകത്ത് എവിടെയെങ്കിലും സമാധാനം സൃഷ്ടിക്കപ്പെടാൻ കപ്പാസിറ്റി ഉണ്ടോ? കുത്തിത്തിരിപ്പും തീവ്രവാദവും വർഗീയവാദവും ഒക്കെ പറയുന്ന എർദോഗനും ഷഹബാസ് ഷെരീഫും പിന്നെ ഇതിനേക്കാളൊക്കെ അപ്പുറത്തൊരു മുഴുവട്ടനും കൂടെ നിയന്ത്രിക്കുന്ന ഒരു കമ്മിറ്റിയിൽ എങ്ങനെ പോകും? ഇസ്രായേൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇവന്മാരൊക്കെ ഉണ്ട്, പരിപാടി നടക്കത്തില്ലെന്ന് പറഞ്ഞു. ധനുഷ് പറഞ്ഞ കണക്ക് ഇനി ഇവന്മാരെ വിളിച്ചുകൊണ്ട് കൊല്ലിക്കാനാണോ എന്ന് അറിയത്തില്ല. അവിടെ പോയിട്ട് ഒരു ഭാഗത്തുനിന്ന് ഹമാസുകാരിമാരുടെ തലമണ്ടയ്ക്ക് അടിക്കും, ഇപ്പുറത്തുനിന്ന് ചുളിവിൽ ഇവന്മാരും അടിക്കും.
ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്.